ശബരിമല അയ്യപ്പ സന്നിധിയിൽ വിഷുദിനത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഐശ്വര്യസമൃദ്ധിക്കായി അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തോടെ വിഷുവിനെ വരവേൽക്കുകയാണ് ഭക്തർ. സന്നിധാനത്ത് പുലർച്ചെ 4 മണിക്ക് നട തുറന്ന് വിഷുക്കണി ദർശനം ആരംഭിച്ചു. വിഷുക്കണി ദർശനത്തോടൊപ്പം ശ്രീകോവിലിൽ നിന്നും ഭക്തർക്ക് തന്ത്രിയും മേൽശാന്തിയും വിഷുക്കൈ നീട്ടവും നൽകി. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, സന്നിധാനത്തെ വിശേഷങ്ങൾ. വിനോദ്, ഐശ്വര്യ സമൃദ്ധിയോടെ പൊൻപുലരിയിൽ അയ്യനെ ദർശിച്ച സായുജ്യം നേടി പുതുവർഷത്തേക്ക് പുതുദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഭക്തജനങ്ങൾ. വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് പുലർച്ചെ മുതൽ അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 മണിക്ക് നട തുറന്നു. ആദ്യം ഭഗവാനെ കണി കാണിച്ചു. പിന്നീട് ഭക്തജനങ്ങൾക്ക് വിഷുക്കണി ദർശനം പുലർച്ചെ 4 മുതൽ 7 മണി വരെ 3 മണിക്കൂർ സമയത്തായിരുന്നു. ഈ സമയത്ത് വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ദർശനത്തിന് പരമാവധി വേഗത്തിൽ തന്നെ ദർശനം നടത്തി ഭക്തജനങ്ങളെ മാറ്റുകയായിരുന്നു. ദർശന ക്രമീകരണം തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഭക്തജനങ്ങൾക്ക് വിഷുക്കണി ദർശനം മാത്രമല്ല, വിഷു കൈനീട്ടവും ശ്രീകോവിലിൽ നിന്നും ലഭിച്ചു എന്നുള്ള സൗഭാഗ്യവും ഉണ്ടായി. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തന്ത്രി കണ്ഠര രാജീവരും മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരിയും ശ്രീകോവിലിൽ നിന്നും ഭക്തജനങ്ങൾക്ക് നാണയത്തുട്ടുകൾ വിഷു കൈനീട്ടമായി നൽകി. വലിയ സൗഭാഗ്യമാണ് ഇന്നെത്തിയ ഭക്തജനങ്ങൾക്ക് ലഭിച്ചത്. അയ്യപ്പസ്വാമിയുടെ വിഷു കൈനീട്ടം തന്ത്രിയിൽ നിന്നും മേൽശാന്തിയിൽ നിന്നും ഏറ്റുവാങ്ങുന്നതിനുള്ള സൗഭാഗ്യം ലഭിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നടപ്പന്തൽ, അന്നദാന മണ്ഡപം, മാളികപ്പുറം, 18-ാം പടിക്ക് താഴെയുള്ള വിവിധ മേഖലകൾ, ഇവിടെയെല്ലാം ഭക്തജനങ്ങൾ വലിയ രീതിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്ന ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ എത്തിയ ഭക്തജനങ്ങളൊക്കെ സന്നിധാനത്ത് തമ്പടിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. വിഷുക്കണി ദർശനവും ഒപ്പം വിഷുദിനത്തിൽ ദർശനവും നടത്തി മടങ്ങുകയായിരുന്നു അവരുടെ എല്ലാം ഉദ്ദേശം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ ധാരാളമായി സന്നിധാനത്ത് എത്തുന്നുണ്ട്. ഈ മണിക്കൂറുകളിലും ധാരാളമായി ഭക്തജനങ്ങൾ എത്തുന്നു. പമ്പയിൽ നിന്നും മല കയറി എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണവും ഈ മണിക്കൂറുകളിൽ കൂടുതലാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കഴിഞ്ഞ 3 ദിവസമായി ധാരാളം ഭക്തജനങ്ങളും ഇന്ന് ഈ മണിക്കൂറുകളിൽ ധാരാളം ഭക്തജനങ്ങളും കൂടുതലായി എത്തുന്നു. ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ടാണ് ദർശന ക്രമീകരണം. തിരക്ക് വർദ്ധിച്ചതിനാൽ നേരിട്ടുള്ള ദർശന ക്രമീകരണം സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഫ്ലൈ ഓവർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ദർശന ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഭക്തർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാനമായ കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും പരിസരത്തു നിന്നുമെല്ലാം കാണുന്നത്. മിനിറ്റിൽ 80-ലധികം ഭക്തജനങ്ങളെ 18-ാം പടി കയറ്റി വിട്ടുകൊണ്ട് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നിലയുറപ്പിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെയാണോ സന്നിധാനത്ത് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്, ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് രാവിലെ മുതൽ തന്നെ സന്നിധാനത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുരക്ഷാ വിന്യാസങ്ങൾക്കായി കൂടുതൽ പോലീസ് സേനയും സന്നിധാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. KSRTCയും കൂടുതൽ സർവീസുകൾ ഇന്ന് വിഷുദിനത്തോടനുബന്ധിച്ച് നടത്തുന്നു. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി മന്ത്രി VN വാസവൻ ഈ ശബരിമല ശ്രീകോവിലിൽ പൂജിച്ച സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. ഭക്തന് സ്വർണ്ണ ലോക്കറ്റ് കൈമാറിക്കൊണ്ടാണ്, ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഭക്തന് സ്വർണ്ണ ലോക്കറ്റ് നൽകിക്കൊണ്ട് ഈ സ്വർണ്ണ ലോക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചത്. 2 ഗ്രാം, 4 ഗ്രാം, 8 ഗ്രാം എന്നിങ്ങനെ വ്യത്യസ്ത തൂക്കത്തിലുള്ള സ്വർണ്ണ ലോക്കറ്റുകളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭക്തർക്കായിട്ട് ഓൺലൈൻ വഴി നൽകുന്നത്. 2 ഗ്രാം സ്വർണ്ണത്തിലുള്ള ലോക്കറ്റിന് 19,300 രൂപയും 4 ഗ്രാം സ്വർണ്ണ ലോക്കറ്റിന് 38,600 രൂപയും 8 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ ലോക്കറ്റിന് 77,200 രൂപയുമാണ് നിരക്ക്. ഓൺലൈൻ വഴി നേരത്തെ തന്നെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. ഇതിനോടകം തന്നെ 100-ൽ-അധികം ബുക്കിംഗ് ഈ സ്വർണ്ണ ലോക്കറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഭക്തർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും 50,000-ൽ കൂടുതൽ ഭക്തജനങ്ങൾ ഇന്ന് ദർശനത്തിനെത്തും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഭക്തജന തിരക്ക് ഇന്ന് ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണ് ഉള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടി 46,000-ന് മുകളിലേക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് എത്തുകയും ചെയ്തിരുന്നു. വരും മണിക്കൂറുകളിലും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ച് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്ക് നട തുറക്കും. 6:30യോടുകൂടി ദീപാരാധനയും പതിവ് പൂജകളും എല്ലാം പൂർത്തിയാക്കി 11 മണിയോടുകൂടിയായിരിക്കും ഇന്ന് ഹരിവരാസനം പാടി നടയടക്കുക. തിരക്ക് കൂടുതൽ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ 1 മണിക്കൂർ അധികം ഭക്തജനങ്ങൾക്ക് നൽകിയായിരിക്കും ഇന്ന് നടയടയ്ക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും വരും മണിക്കൂറുകളിലും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് നടത്തുന്നു. വിഷുപുലരിയിൽ വിഷു ദർശനം ഒപ്പം അയ്യപ്പസ്വാമിയുടെ ദർശനത്തോടുകൂടി ഒരു പുത്തൻ ദിവസങ്ങളെ വരവേൽക്കുക എന്നുള്ളത് ഭക്തജനങ്ങളുടെ വലിയ ആഗ്രഹ സഫലീകരണത്തിന്റെ പൂർത്തീകരണത്തിന്റെയൊക്കെ നിമിഷങ്ങളായി മാറുന്ന കാഴ്ചയായിരുന്നു. ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തുന്ന കാഴ്ചയായിരുന്നു രാവിലെ സന്നിധാനത്ത് നിന്നും കാണാൻ കഴിഞ്ഞത്. വിനോദ്. മിഥുൻ മുരളി, എന്തായാലും സന്നിധാനത്ത് ഈ വിഷുദിനത്തിൽ വലിയ ഭക്തജന തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. അയ്യപ്പൻ്റെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റിൻ്റെ വിതരണം, സ്വർണ്ണ അടങ്ങിയ ആ കൃത്യമായ ലോക്കറ്റിൻ്റെ വിതരണം ഇന്ന് അവിടെ ആരംഭിച്ചു എന്നുള്ളത് തന്നെ ഈ വിഷുദിനത്തിലെ ഒരു പ്രത്യേകതയായി കണക്കാക്കാം.